ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അധികം ഓയിലൊന്നും യൂസ് ആക്കാതെ ഈ എണ്ണയിൽ വറുത്ത് കോരി പൊരിക്കാത്ത പിന്നെ നീട്ടി പരത്തി കുഴച്ച് ഒന്നും ബുദ്ധിമുട്ടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇറാനി പോളം മലബാർ സ്നാക്കായിട്ടുള്ള ഇറാനി പോളം നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ചിക്കനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി കേട്ടോ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിടുന്നതുകൊണ്ട് തന്നെ കേട്ടോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു 3 കോഴിമുട്ടാണ് കേട്ടോ എടുത്തത്. 3 കോഴിമുട്ട പൊട്ടിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇതാ ഒരു അരക്കപ്പ് മൈദ, അരക്കപ്പ് മീൻസ് ഒരു 250 ഗ്രാം മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നിറച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ ആ ചിക്കന് പിന്നെ നമുക്കൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ സെയിം ഓയിലിലേക്ക് ഞാനൊരു 2 വലിയ ഉള്ളിയാണ് കേട്ടോ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അത് പെട്ടെന്നൊന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഞാനിത് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഗാർലിക്കും ജിഞ്ചറും നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ചിക്കനിലൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ അല്പം മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണിന് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അടുപ്പിച്ചിട്ടുള്ള ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിലേക്ക് ഇനി നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ മൈദൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ബാറ്റർ പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ പകുതി ഒഴിച്ചതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അത് ചെറുങ്ങനൊന്ന് ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പാത്രത്തിന് അടിയിൽ നിങ്ങളൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേ മസാല വെച്ച് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അതായത് ആ ബാറ്റർ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് കുക്കാവുകയല്ല, ചെറുങ്ങനൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മസാല ഇടുമ്പോൾ അടിയിലേക്ക് പോവാത്തൊരു ടൈപ്പിലായി വന്നപ്പോൾ ആ മസാല നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം സൈഡിലോട്ട് വെക്കണ്ട. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ടുണ്ടാവും. ഇതാകുമ്പോൾ ഫുൾ കവറായിട്ട് നിന്നോളൂ നമ്മൾ ആ മൈദൻ്റെ ബാറ്റർ ഒഴിച്ച് വരുമ്പോൾ. അപ്പോൾ നന്നായിട്ട് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബാക്കി നമ്മൾ വെച്ച ബാറ്റർ ഉണ്ടല്ലോ, പകുതി മാത്രമല്ല നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത്, ആ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കവറാവുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും പറഞ്ഞ മാതിരി തന്നെ ഫുൾ കുക്കാവുന്നതിൻ്റെ മുന്നേ തന്നെ വീണ്ടും ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു കുക്കാവുന്ന സമയത്ത്, ഫുള്ളായിട്ട് കുക്കാവാതെ പകുതി കുക്കാവുന്ന സമയത്ത് വീണ്ടും തുറന്നിട്ട് അതിൻ്റെ മേലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതുപോലെ തന്നെ മല്ലിയിലും വെച്ചിട്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചില ആളുകൾ ടൊമാറ്റോ ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിൻ്റെ ഇലയും കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ കുറച്ചും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചിക്കനും കൂടി ഇതിൻ്റെ മേലെ ഒന്നിട്ടിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് അടിച്ച് വെക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അടിച്ച് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കായതിന് ശേഷം ഞാനത്
ഒരു പാത്രത്തിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ഭാഗം കൂടി ആ ഫ്രൈ പാനിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഇറാനിപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചൂടാറിയതിന് ശേഷം, ചൂട് മീൻസ് അധികം ചൂടാറണ്ട, ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.